മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. കാരണം കരുണയുടെ അഹങ്കാരത്തിന് നല്ല തിരിച്ചടിയാണല്ലോ കിട്ടിയേക്കണം. കാരണം മഹാലക്ഷ്മിനെയും കണ്ണനെയും മുഖത്ത് നോക്കി കുത്തി നോവിച്ചുകൊണ്ടിരുന്നതിന് കണ്ണൻ അതിനനുസരിച്ചുള്ള തിരിച്ചടി കൊടുത്ത് കരുണ അതുകൊണ്ട് തന്നെ പിണങ്ങി കരുണാലയത്തിലേക്ക് പോകുന്നല്ലോ. അവിടെ വന്നിട്ട് അച്ഛനോടും മുത്തശ്ശിയോടും വിവരങ്ങളൊക്കെ പറയുമ്പം അവർ ഒരുപാട് ഉണ്ണിയെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉണ്ണിക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റണില്ല. ഉണ്ണി നിശബ്ദനായിട്ട് ഇങ്ങനെ നിൽക്കണേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഉണ്ണി അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് പ്രതാപനും അമ്മയും കൂടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സ്വത്തുക്കളെല്ലാം മഹി ഒറ്റയ്ക്ക് അനുഭവിക്കും, അത് ഒരിക്കലും അവളെയും കൊണ്ട് അനുഭവിപ്പിക്കരുത്, എത്രയും വേഗം അതിനൊരു തിരിച്ചടി കൊടുക്കണം. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ണൻ പഴയ കേസൊക്കെ കുത്തിപ്പൊക്കി എന്നെ കോടതി കയറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് വാമദേവനെ വിളിക്കാമെന്ന് പറഞ്ഞ് പ്രതാപൻ വേഗം വാമദേവനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വാമേട്ട വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ എൻ്റെ പെങ്ങൾ വിളിച്ചപ്പോൾ വിവരങ്ങളെല്ലാം പറഞ്ഞു. കരുണ എന്ത് മണ്ടത്തരാണ് കാണിച്ചത്. ഒരിക്കലും കമലേശ്വരത്തുനിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ലായിരുന്നു. കാരണം അവിടെ കാണുന്ന എല്ലാ സ്വത്തുക്കളും കണ്ണൻ്റെ അമ്മയുടെയാണ്. അതുകൊണ്ട് തന്നെ ഇനി കരുണയെ കണ്ണൻ അങ്ങോട്ട് കയറ്റുമെന്ന് തോന്നണില്ല. ഒരു തഞ്ചത്തിൽ നിന്ന് ആ സ്വത്തുക്കളൊക്കെ എങ്ങനെയെങ്കിലും കയ്യിലാക്കാനുള്ളതിന് തൻ്റെ മകൾ എന്താ ഈ ചെയ്തതെന്നൊക്കെ പ്രതാപനോട് വാമദേവൻ ചോദിക്കുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, രാജകുമാരിയെ കൂട്ട് എൻ്റെ വീട്ടിൽ ജീവിച്ച എൻ്റെ കുഞ്ഞ് അവിടെ പോയി കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും അടിമയായിട്ട് ജീവിക്കണം എന്നാണ് വാമേട്ടൻ പറയണേ. അതൊരിക്കലും നടക്കില്ല. ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നവളാണ് ഇപ്പോൾ അവിടെ പോയി കമലേശ്വരം ഭരിക്കുന്നത്. ആ ഭരണത്തിൻ്റെ കീഴിൽ എൻ്റെ കുഞ്ഞ് ഒരിക്കലും നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം താനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയണേന്ന് ചോദിക്കുന്നു വാമദേവൻ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എത്രയും വേഗം തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്ക് നമ്മളുടെ ആളെ ആരെങ്കിലും പറഞ്ഞു വിടണം. എന്നിട്ട് കണ്ണൻ അവിടെ ചികിത്സയ്ക്ക് ചെല്ലുമ്പം എത്രയും വേഗം അവന് മരുന്ന് മാറ്റി കൊടുത്ത് അവനെ ഈ ഭൂമിയിൽ നിന്നും തന്നെ പറഞ്ഞു വിടണം. അപ്പോൾ പിന്നെ ആ സ്വത്തുക്കളെല്ലാം എൻ്റെ കുഞ്ഞിനും തൻ്റെ മോനക്കും കിട്ടും. ഇല്ലെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം ആ മഹാലക്ഷ്മിയുടെ പേരിലാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, അതിന് മേഘൻ എന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മേഘം വരട്ടെ, ഞാൻ സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയും വാമദേവനെയാണ്. അപ്പോൾ വാമദേവൻ വിവരങ്ങളെല്ലാം മേഘനാഥനോട് പറയുന്നു. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഇനി ഇത് ഒട്ടും വൈകിപ്പിച്ചുകൂടാ. തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് കണ്ണൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അവനെ തീർക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കാൻ എൻ്റെ സുഹൃത്തിനെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് മഹാലക്ഷ്മിയുടെ റൂമിൽ കയറിയവനില്ലേ, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ അതിന് പറ്റിയ ഒരാളെ എനിക്ക് ഏൽപ്പിച്ച് തരാമെന്നാണ് പറഞ്ഞത്. ഒന്നും കൂടി ഞാൻ അവനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് മേഘനാഥൻ ആ ഗുണ്ടയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗുണ്ട ഫോൺ എടുത്തിട്ട് ഞാൻ ഇപ്പം തന്നെ ആളെ ഏർപ്പാട് ചെയ്യാമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയെ അന്ന് ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ പയ്യനെയാണ് കേട്ടോ. അത് അയ്യപ്പ ഭഗവാനാണെന്നാണല്ലോ മഹാലക്ഷ്മി വിചാരിച്ചിരുന്നത്. പക്ഷേ ശരിക്കും അത് അയ്യപ്പ ഭഗവാനൊന്നുമല്ല. ഇങ്ങനെ ചെറിയ ചെറിയ കൊട്ടേഷൻ പണികളും തമ്മിത്തല്ലൊക്കെ ആയിട്ട് നടക്കണ ഒരുത്തനാണ്. അവനക്ക് വീടും കൂടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കണേ കേട്ടോ. അപ്പോൾ ആരെങ്കിലും അവനക്ക് എന്തെങ്കിലും കൊട്ടേഷനൊക്കെ ഏൽപ്പിച്ചാൽ അതൊക്കെ ചെയ്തു കൊടുത്ത് പൈസ മേടിക്കും മാത്രമേ ഉള്ളൂ. പക്ഷേ അവൻ ഒരിക്കലും സ്ത്രീകളെ ഉപദ്രവിക്കില്ല. സ്ത്രീകളോട് അവനക്ക് നല്ല ബഹുമാനമാണ്. അതുകൊണ്ടാണ് അന്ന് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയപ്പം അവരിൽ നിന്നും മഹാലക്ഷ്മിയെ അവൻ രക്ഷിച്ചത് കേട്ടോ. ആ സമയത്ത് ആ പയ്യൻ്റെ അടുത്തേക്ക് ആ ഗുണ്ട വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കൊട്ടേഷൻ ഉണ്ട്, ഒരു ആസ്പത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന ഒരാളെ അവിടെ വെച്ച് തന്നെ തീർത്ത് കളയണം. അതിനുള്ള കൊട്ടേഷനാണ്. നീ ചോദിക്കുന്ന പൈസ എത്ര വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം എന്ന് പറയുമ്പോൾ, ആരാ ആളെന്ന് ചോദിക്കുമ്പം ആളെയൊക്കെ പിന്നെ പറയാം, നീ അത് ഏൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ ആ കൊട്ടേഷൻ ഏൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ഗുണ്ട അയാളോട് പറയുന്നുണ്ട്, അപ്പോൾ നീ ഇതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ ഒരു ജോലിക്കാരനായിട്ട് കയറി കൂടണമെന്ന് പറയുന്നു. അങ്ങനെ ആ ഗുണ്ട എല്ലാം സമ്മതിക്കുന്നുണ്ട്. അപ്പം മിക്കവാറും കണ്ണൻ ആസ്പത്രിയിൽ വരുമ്പം ഇയാളവിടെ ജോലിക്കാരനായിട്ടുണ്ടാവും. കണ്ണനെ കണ്ടിട്ട് അയാൾക്ക് മനസ്സിലാവണമെന്നില്ല. മഹാലക്ഷ്മീനെ മാത്രമല്ലേ അയാൾ കണ്ടിട്ടുള്ളൂ. പിന്നീട് മഹാലക്ഷ്മി ആസ്പത്രിയിൽ ചെല്ലണ സമയത്താണ് കണ്ണൻ മഹാലക്ഷ്മിയുടെ ഭർത്താവാണെന്നുള്ള വിവരം അയാൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അയാൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പം അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് കണ്ണനെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ അയാൾ അവരുടെ ആ കൊട്ടേഷൻ വേണ്ടെന്ന് വെച്ച് കണ്ണൻ്റെ ഭാഗത്തേക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം അയാൾ മഹാലക്ഷ്മിയോട് പറയുന്നുമുണ്ട്. ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രൊമോ റിവ്യൂവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.